അപ്പോൾ നമ്മുടെ 81ാമത്തെ ഗ്രൂപ്പിലെ ആളെ ഞങ്ങൾ കണ്ടുപിടിച്ചു. ഇതാണ് ആള്. അപ്പോൾ PCOD ഉണ്ടായിരുന്നു, അത് റിവേഴ്സ് ചെയ്യാൻ പറ്റി. എന്താണ് പുള്ളിക്കാരിക്ക് പറയാനുള്ളത്? ഞാൻ ചോദിച്ചു PCOD അല്ലേ ഉണ്ടായിരുന്നത്. PCOD അല്ല, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് പറഞ്ഞോളാൻ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? PCOD ഉണ്ടായിരുന്നു, ഹൈപ്പർ ടെൻഷൻ ഉണ്ടായിരുന്നു, പിന്നെ അലർജിക് ആസ്മ പ്രശ്നം ഉണ്ടായിരുന്നു, ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ശരിക്കും ഇപ്പം PCOD ആദ്യം ഈ ഡയറ്റ് എടുത്തു തുടങ്ങി ഒക്ടോബർ 30-നായിരുന്നു. അപ്പോൾ 30-ന് എടുത്തു തുടങ്ങി 1.5 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ PCODയുടെ മുഴയുടെ സൈസ് നല്ല രീതിയിൽ കുറഞ്ഞായിരുന്നു. പിന്നെ അത് മാത്രമല്ല, യൂട്രസിനകത്തൊരു ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു, 1 സെൻറ്റിമീറ്ററോളം. അത് ആ ആദ്യത്തെ സ്കാനിങ് തന്നെ അത് ഫുള്ള് പോയി, അത് മാഞ്ഞു, അതില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം 11-ാം തീയതി സ്കാനിങ് എടുത്തപ്പോഴത്തേക്ക് അന്നത്തെ ആ റിസൾട്ടിനേക്കാളും ഒരു 4.9 എന്നുള്ളത് 2.6 എത്തി. അത്രയും നല്ലൊരു മാറ്റം വന്നു. അപ്പോൾ ഡോക്ടർ ആദ്യം സർജറി പറഞ്ഞിരുന്ന മാർച്ച് 4-ന് സർജറിക്ക് ഡേറ്റ് ഒക്കെ എടുത്തിരുന്നായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോഴും ഡോക്ടർ പറഞ്ഞു ഒന്നും ചെയ്യണ്ട എന്നുള്ള അത്രയും ഒരു വലിയൊരു സന്തോഷം. ആ ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു. കാരണം 79 കിലോ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് നേരെ 64 കിലോയിലേക്കായി. അന്ന് ആദ്യം 1.5 മാസം ഡയറ്റ് എടുത്തപ്പോൾ 71 കിലോ ആയിരുന്നു. അന്ന് നല്ല മാറ്റം ഉണ്ടായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു മറ്റേ ഈ മെറീന എന്ന് പറഞ്ഞൊരു കോപ്പറ്റീവ് അല്ല, അത് ഇടണമെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് ഞാൻ വില്ലിങ് അല്ലായിരുന്നു ഇടാൻ. അപ്പോൾ അന്ന് ഡോക്ടർ പറഞ്ഞു ചുരുങ്ങത്തില്ല, ഡയറ്റ് എടുത്താലും എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, എനിക്കിത് നല്ലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം 11-ാം തീയതി എടുത്തപ്പോഴത്തേക്കാണ് ഡോക്ടർ പറഞ്ഞു ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ 5-ന് മുകളിലായിരുന്നു 3 മുഴ ഉണ്ടായിരുന്നു. ഡോക്ടർ അതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ചില്ല. ഡയറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. കാരണം വെയിറ്റ് ഇത്രയും കുറഞ്ഞു, ശരീരം നല്ല ഡ്രസ്സൊക്കെ ലൂസായി, നല്ല വ്യത്യാസമായി. പഴയ ആ ഒരു ഫാറ്റി ലിവർ, PCOD, ഹൈപ്പർ ടെൻഷൻ, അലർജിക് ആസ്മ. അപ്പം എല്ലാവരും ചോദിക്കും ഈ ഫാറ്റി ലിവർ ഉള്ളവർക്കൊക്കെ നിങ്ങൾ എന്തുവാണ് ഇതിനകത്ത് കൊടുക്കുന്നതെന്ന്. കേട്ടല്ലോ, ഇത് ചെയ്ത ആൾക്കാരുടെ ആ ഒരു റിസൾട്ട് അല്ലെ അവരുടെ വായി നമുക്കത് കേൾക്കുമ്പോഴത്തേക്കും ഒത്തിരി ഇതുകൊണ്ട് വെയിറ്റ് എന്ത് ചെയ്താലും വെയിറ്റ് കുറയത്തില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്. 107-ാമത്തെ ബാച്ചാണ് ഇത്. 81-ലെ റിസൾട്ടാണ് നിങ്ങൾ ഈ നേരിട്ട് ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നത്. നമുക്ക് ആ ഒരു ടൈമിൽ ഡയറ്റ് നിങ്ങൾ വളരെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. അതെ, വളരെ കൃത്യമായി ചെയ്ത കാര്യം. അവരുടെ ആ ഒരു എന്താ പറയാ സാഹചര്യം ഇന്നലെ പൈസ ഉള്ളവർക്ക് മാത്രമേ ഡയറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വല്ലതും ഉണ്ടാ? ഇല്ല, പൈസ ഇല്ലാത്തവർക്കാണെങ്കിലും നമുക്ക് 15 ദിവസത്തെ മേടിക്കത്തക്ക രീതിയിൽ അറേഞ്ച് ചെയ്തേക്കുന്നത് നമുക്ക് മേടിക്കാം. അതെ, കറക്റ്റ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു അഫോർഡബിൾ റേറ്റിൽ ഈ ഒരു ഡയറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അവരുടെ ആ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു പോകാൻ നമ്മുടെ ആ ഒരു ഡയറ്റ് വെച്ചിട്ട് പറ്റുന്നുമുണ്ട്. എന്തെല്ലാം മാറ്റങ്ങളല്ലാതെ നമുക്ക് അല്ലാതെന്ന് പറയുമ്പോൾ PCODയുടെ ഇത്രയും വലിയ മാറ്റം ഉണ്ടായി. അത് സർജറിയിൽ നിന്ന് അത് വേണ്ടാന്നുള്ള സ്ഥിതിയിലേക്ക് വന്നു. പിന്നെ അത് മാത്രമല്ല, പിന്നെ എനിക്ക് അലർജി ഉണ്ടായിരുന്നു, തുമ്മലുണ്ടായിരുന്നു. കണ്ടിന്യൂസ് ഞാൻ തുമ്മൽ സ്പ്രേ നേസൽ സ്പ്രേ ഉപയോഗിക്കുമായിരുന്നു. പിന്നെ ഇൻഹേലർ ഉപയോഗിക്കും, ശ്വാസം മുട്ടലുണ്ടായിരുന്നു. എന്നും ഹോസ്പിറ്റലിൽ പോയി നെബുലൈസേഷൻ എടുക്കുന്ന പരിപാടിയാണ്. പിന്നെ അത് കഴിഞ്ഞ് സ്വന്തമായിട്ട് നെബുലൈസർ മെഷീൻ മേടിച്ച് വെച്ചാൽ ഇപ്പോൾ അത് ഈ ഡയറ്റ് എടുത്ത് 1 മാസം കഴിഞ്ഞപ്പോൾ അത് പൂർണ്ണമായിട്ട് ഇൻഹേലറും ഇല്ല, സ്പ്രേയും ഇല്ല, അലർജിയൊക്കെ മാറി. ഒരുപാട് ആന്റി ഹിസ്റ്റമിൻസ്, മറ്റേ സ്റ്റീറോയിഡ്സ് എല്ലാം എടുത്തോണ്ടിരുന്ന ഇപ്പോൾ ഒരു മെഡിസിനും ഉപയോഗിക്കുന്നില്ല. പിന്നെ വേറെ റിസൾട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ഉറക്കം വളരെ കുറവായിരുന്നു. ഉറങ്ങാൻ കിടന്നാലും ഈ കിടന്ന് തിരിഞ്ഞു മറിയും കിടക്കാൻ ഉറക്കാൻ വരത്തില്ലായിരുന്നു ശരിക്കും. പിന്നെ അതുപോലെ ഈ ചൊറിച്ചിൽ, തല മുഴുവൻ രാത്രി ചൊറിയും, ശരീരം എല്ലാം ചൊറിയും. അങ്ങനെ പാടൊന്നുമില്ല. അങ്ങനെ അത് ഡോക്ടർ പറയും PCOD, ഫാറ്റി ലിവറൊക്കെ ഉള്ളവർക്ക്. പക്ഷേ അത് ഈ ഡയറ്റ് എടുത്ത് 1 മാസം കഴിഞ്ഞപ്പോൾ അതും പൂർണ്ണമായിട്ട് മാറിയായിരുന്നു. ഒരു 2 ആഴ്ച ആയപ്പോഴേ മാറി അതൊക്കെ. അതെ, മൊത്തത്തിൽ എന്ത് ചേഞ്ച് ആണ് വന്നതെന്ന് അല്ലെ. ഇതില് ഇപ്പം ഒരുപാട് റിസൾട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഒറ്റ കൊടക്കയിൽ 5 ഇതാണ് കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. റിസൾട്ട് ഉണ്ടല്ലേ? ഇനിയെന്ന് പറഞ്ഞു. ഇനിയും ഹൈപ്പർ ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 150, 90, 160, 100 വരെയൊക്കെ ആവും. BP ടെൽമിജെറ്റ് 40 എടുത്തോണ്ടിരുന്നതാണ്. അപ്പോൾ ഒരു ടാബ്ലറ്റ് എടുത്ത് പിന്നെ അത് 2 ടാബ്ലറ്റിലാക്കി, രാവിലെയും വൈകിട്ടും. എന്നാൽ ആദ്യം ഒരു 20 mg എടുക്കുന്നുള്ളൂ, പകുതിയിലായി ഇപ്പം. കാരണം ഇപ്പോൾ 180, 110, 70 ആ ഒരു റേഞ്ചിലേക്ക് വന്നു. ഇത്രയും സന്തോഷത്തോടുകൂടി പറയണേ. അപ്പൊ എന്തെല്ലാം മാറ്റം ഒരാളിൽ ഉണ്ടായതാണ് നമ്മുടെ ഈ ഡയറ്റ് കൊണ്ടിട്ട്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഡയറ്റ് ഇന്ന് 107-ാമത്തെ ബാച്ചാണ്. 81-ലെ ആളായി പറയുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഡ്രസ്സിന്റെ അളവ് ഏതാണ്? നേരത്തെ XXL ആയിരുന്നു. ഇപ്പൊ ഞാനത് 2-3 പ്രാവശ്യമൊക്കെ തയ്പ്പിച്ചാണ് ഇടുന്നത്. XL, ലാർജ്, ഇതിലേത് ടൈപ്പും ഇപ്പം ഓക്കെ ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ XXL എല്ലിലോട്ടുള്ള മാറ്റവും, ഹൈപ്പർ ടെൻഷൻ, അലർജി, ആസ്മ, അതുപോലെ തന്നെ PCOD, ഫാറ്റി ലിവർ, ഫൈബ്രോയിഡ് പൂർണ്ണമായിട്ട് മാറി. അതെ, ഫൈബ്രോയിഡ് ഉള്ളവർക്ക് നാത്തൂൻസ് ഡയറ്റ് മിക്സ് കഴിക്കാവോ? കഴിക്കാന്ന് മനസ്സിലായില്ലേ? ഫാറ്റി ലിവർ ഉള്ളവർക്ക് കഴിക്കാന്ന് മനസ്സിലായില്ലേ? പ്രഷറിന്റെ ടാബ്ലറ്റ് എടുക്കുന്നവർക്ക് കഴിക്കാന്ന് മനസ്സിലായില്ലേ? ഇതുപോലെ നല്ല റിസൾട്ടുകൾ നിങ്ങൾക്കും ഉണ്ടാവും. അപ്പം നമ്മുടെ ഡയറ്റ് എടുക്കാൻ വരുന്നവരോട് എന്തുവാ പറയാനുള്ളത്?
തീർച്ചയായിട്ടും ഇതൊരു മിറാക്കിൾ പൗഡർ തന്നെയാണ്. കാരണം ഇത് ഉറപ്പായിട്ടും നമുക്ക് വിശ്വസിച്ച് എടുക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് എഫക്റ്റ് ഇല്ല. പിന്നെ അതുപോലെ ഇതിനകത്ത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്, അതിനകത്ത് കെമിക്കൽ ഇല്ല, ഒന്നുമില്ല. പിന്നെ നമുക്ക് എപ്പം വിളിച്ചാലും നിങ്ങളെ കിട്ടുമെന്ന് മെസ്സേജ് അയച്ചാലും അതിന് റിപ്ലൈ തരും. അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. വേറെ ഇതൊന്നും കൂടെ ഉണ്ട്, നമ്മുടെ ഇതിനൊപ്പം തന്നെ നമ്മുടെ ബേബി മിക്സ് കൂടെ ഈ ഒരു ഫാമിലിയിൽ യൂസ് ചെയ്യുന്നതാണ്. അതിന്റെ എന്നോട് പറഞ്ഞായിരുന്നു എങ്ങനെയാണ് ബേബി മിക്സ് എൻ്റെ അനിയത്തിയുടെ മോക്ക മേടിക്കുന്നത് ഹരിപ്പാട്ടേക്ക് ഞാൻ ഓർഡർ ചെയ്ത് കൊടുക്കുന്നത്. പക്ഷെ അവൾക്കാണെങ്കിൽ ഇതുപോലെ എപ്പോഴും അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ വരുമായിരുന്നു. 9 വയസ്സുള്ള ആളാണ്, 9.5 വയസ്സ്. പിന്നെ അതുപോലെ തന്നെ ആഹാരം വിശപ്പൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഇന്നലെ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ നല്ല മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു. 4 ബോട്ടിൽ മേടിച്ചവർ. ഓക്കെ, 6 മാസം മുതലുള്ള ആർക്കും വെയിറ്റ് ഗെയിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ എപ്പോഴത്തെ പോലെ നമ്മുടെ ഏറ്റവും മിറാക്കിൾ പൗഡർ തന്നെ. ഒരു അഡ്വൈസ് എന്ന നിലയ്ക്ക് പറഞ്ഞു തരാനുള്ളത്, ഈ ഡയറ്റ് നിർത്തിക്കഴിഞ്ഞാൽ ഞങ്ങളുമായിട്ടുള്ള ആ ഒരു കോണ്ടാക്ട് എപ്പോഴും നിലനിർത്തണം. നിർത്തിയാലും നമ്മൾ ഈ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ഞാൻ ഒരുപാട് പ്രൊഡക്റ്റ് ഒക്കെ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. ഏതാന്ന് പറയത്തില്ല, ഞാൻ പറയത്തില്ല. കാരണം വെച്ചാൽ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. നമ്മൾ ആരെ ഇതാക്കി പറയാൻ നമ്മൾ 1 കിലോ പോലും എന്നിട്ട് കുറഞ്ഞിട്ടില്ല അതിനകത്ത്. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് കാരണം എനിക്ക് ഇങ്ങനെ അതുകൊണ്ട് പിന്നെ എന്ത് കണ്ടാലും ഒരു സംശയമാണ്. കാരണം വീഡിയോ ഒക്കെ നോക്കുമെങ്കിലും എനിക്ക് പിന്നെ ഒരു സംശയമായിരുന്നു. അപ്പം ഞാൻ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും മാറ്റം വരാൻ കാരണം എൻ്റെ ഹസ്ബൻഡ് തന്നെ. കാരണം ഞാൻ ഹസ്ബൻഡിന് മെസ്സേജ് അയച്ചു കൊടുക്കും വീഡിയോ. അപ്പം ഹസ്ബൻഡ് പറയും നീ ട്രൈ ചെയ്തോ, ധൈര്യമായി ട്രൈ ചെയ്യുക, നമുക്ക് നോക്കാം, നീ ഉപയോഗിച്ചാലല്ലേ അറിയാൻ പറ്റുള്ളൂ എന്ന് പറയും. പക്ഷേങ്കിൽ നല്ല ഫുൾ സപ്പോർട്ടാണ്. അതാണ് ഇത്രയും എത്താൻ കാരണം. അല്ലെങ്കിൽ അമിതവണ്ണമുള്ള എപ്പോഴും ഒരു സ്ത്രീയുടെ ആവശ്യം എന്ന് പറയുന്നത് നല്ല ഡ്രസ്സ് ആയിരിക്കും. നമ്മുടെ വീട്ടിൽ PCOD ഒക്കെ ഉള്ളവർക്ക് വീട്ടിലൊരു സപ്പോർട്ട് കൂടെ കൊടുക്കുക. അങ്ങനെയൊക്കെ അവൻ്റെ ഒരു അമ്മയാകാനുള്ള കാര്യങ്ങളും ഒക്കെ എല്ലാം കറക്റ്റ് ആയിക്കോളും. നമ്മുടെ വീട്ടിലെ സപ്പോർട്ടും കൂടി നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും വേണ്ടതാണ്. അതാണ് ഇപ്പോൾ ഈ കേട്ട വാക്കുകൾ. അപ്പം നമ്മൾ കൊണ്ടുവന്ന് അതെ നമ്മുടെ എല്ലാവർക്കും നമ്മൾ എന്താ പറയുക, ഇത്രത്തോളം ആ ഒരു റിസൾട്ട് ഒരുപാട് അവർ നമ്മളെ കൂടി പൈസ മുടക്കി ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ അതായത് നമ്മുടെ 1 മന്ത് പ്രോഡക്റ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനിയും എങ്ങനെ എത്ര നാൾ നമ്മുടെ വിട്ട് പോകുമോ അത് കണ്ടിന്യൂ ചെയ്യും? എങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്യും? എനിക്ക് PCOD ഇത് പൂർണ്ണമായിട്ട് ഇനി ആ ഉള്ളതും കൂടി പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കണം. കാരണം സ്കാനിങ്ങും അല്ലേ അല്ല, ശരിക്കും ഇത് 5 × 6.5 × 7 അത്രയും സെന്റിമീറ്റർ ഉണ്ട്. പിന്നെ ചെറിയ ഫോളിക്കിൾസ് ഉണ്ട്. ഫോളിക്കിൾസ് ഒക്കെ അങ്ങ് മാറിപ്പോയി. അപ്പോൾ അത്രയും മുഴ കൂടുതലായിരുന്നു. എമർജൻസി സർജറി പറഞ്ഞ് ഡേറ്റ് വരെ എടുത്തിരുന്ന കേസാണ്. അപ്പോൾ ഞാൻ ആദ്യം ബ്രദറിനോട് വിളിച്ച് മെസ്സേജ് അയച്ച് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞാൽ ഇത്രയും കേസുകൾ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ശ്രമിച്ച് നോക്കാനേ പറഞ്ഞുള്ളൂ. പക്ഷെ അന്നേരം ഞാൻ പറഞ്ഞു എനിക്കൊരു വിശ്വാസം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. സർജറി പറയും, ഇതാണ് ഏറ്റവും കൂടുതൽ നോട്ട് ചെയ്യേണ്ട കാര്യം. ഡോക്ടർ സർജറി പറഞ്ഞ വ്യക്തിക്ക് ഇപ്പോൾ സ്കാൻ ചെയ്തപ്പോഴത്തേക്കും ഡോക്ടർ തന്നെ പറഞ്ഞ് ഇനി സർജറിയുടെ ആവശ്യമില്ല, ഓക്കെ ആണെന്ന്. അപ്പോൾ ഇങ്ങനത്തെ നല്ല നല്ല റിസൾട്ടുകൾ നിങ്ങളെയും തേടി എത്താനായിട്ട് 108, 109 ബാച്ചിലേക്ക് നിങ്ങൾക്കും സ്വാഗതം. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി.